ഹലോ ചക്കരകളെ, ഏതാണ്ട് വിശേഷം? മതസൗഹാർദ്ദത്തിൽ മതസൗഹാർദ്ദത്തോടെ എങ്ങനെ ഈശ്വരനെ ഭജിക്കാം എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരട്ടെ. ഇപ്പം ഞാൻ ഒരു ബൈബിൾ വചനം പറയാം. അത് ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് കേട്ടണം. ആ ബൈബിൾ വചനം ഞാൻ ആദ്യം അതിൻ്റെ കറക്റ്റായിട്ടുള്ളത് പറയട്ടെ. കർത്താവെ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും, എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. സങ്കീർത്തനങ്ങൾ 3:3. അത് ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നറിയാവാ? ഗുരുവായൂരപ്പ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും, എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങൾക്ക് മുസ്ലിമിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാം. അള്ളാഹുവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും, എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നു അവിടുന്ന് തന്നെ. എങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ? മതസൗഹാർദ്ദത്തിൻ്റെ പ്രാർത്ഥന നമ്മളിവരെ ആരെയും കണ്ടിട്ടില്ല. എല്ലാം ഒന്നാണ്. ഈ സാരാംശങ്ങളെല്ലാം ഒന്നാണ്. ഒന്നിലേക്കാണ് നമ്മളെല്ലാം പോകുന്നത്, അല്ലേ? സത്യമായ 2 കാര്യങ്ങൾ ഇവിടെ ഉള്ളു: ജനനവും മരണവും, അല്ലേ? ബാക്കിയെല്ലാം മായയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ മായയിലൊന്നും പെടണ്ട, എല്ലാം ഒന്നാണെന്ന് വിശ്വസിക്കുക. കണ്ട? അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ളവർക്ക് കർത്താവെ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും മഹത്വവും, എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. അല്ലാത്തവർക്ക് എൻ്റെ ഗുരുവായൂരപ്പ കൃഷ്ണ അല്ലെങ്കിൽ നാരായണ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും, എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഇതിനെ മാറ്റാൻ പറ്റും. മനസ്സിലായി? അതായത് നിങ്ങൾ ഏത് മതത്തിലാണോ ജനിച്ച ആ ദൈവത്തിനെ അങ്ങ് മനസ്സിൽ വിചാരിക്കുക. ഇതെല്ലാം ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടോ? എൻ്റെ സ്റ്റാറ്റസ് ഇതാണെന്ന്. അപ്പോൾ ഇത് പറയണമെന്ന് ഓർത്ത് ഇന്ന് എനിക്ക് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ബുക്ക് പ്രകാശനം നടത്തിയതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. അതിലൊരു അംശം എടുത്ത് ഞാനൊരു പാട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ബാലൻസ് പ്രസംഗം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ പുറകെ അപ്ലോഡ് ചെയ്യാം. കേട്ടോ ചക്കരകളെ, എനിക്ക് ഭയങ്കര സന്തോഷം. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം. പക്ഷേ ഞാൻ പ്രസംഗിക്കുന്നത് മാത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം എനിക്കത് കാണാനുള്ള ശക്തിയില്ല. ഞാൻ എന്താണ് പറഞ്ഞത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എല്ലാവരും കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കേട്ടിട്ടില്ല. എനിക്കത് കേൾക്കാനുള്ള ശക്തിയില്ല ചക്കരകളെ. കാരണം എനിക്ക് വീഡിയോയിൽ ഇത്ര കാലം നിങ്ങളുടെ സംസാരിച്ചിട്ട് എനിക്കൊരു പരിഭ്രമവും അങ്ങനത്തെ ചമ്മലം തോന്നിട്ടില്ല. എൻ്റെ എല്ലാ ഭാവങ്ങളും നിങ്ങൾക്ക് അറിയായിരുന്നു. ഒരു മൈക്ക് പിടിച്ച് പ്രസംഗിക്കൊരു മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ലൈഫിൻ്റെ ആദ്യ സംഭവം. അതുകൊണ്ട് നന്നായിട്ട് ഇച്ചിരി നാണക്കേടുണ്ട്. അത് കേട്ടിരിക്കാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ട് ഞാനത് നോക്കിയില്ല ചക്കരകളെ. പിന്നെ എന്നാണ്ട് ശേഷം ഇന്നെന്തായിരുന്നു ഇവിടെ കറി? നല്ല കൊച്ചിക്കാരുടെ അച്ചിങ്ങയും ചെമ്മീനും കൂട്ടൊരു മെഴുക്കൂട്ടി ഉണ്ടാക്കി. നല്ല അയിലേനെ ഞാൻ വരഞ്ഞ് കിടത്തി അവൻ്റെ പുറത്തൊരു തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് അവനെ ഞാനത് നല്ല വാളം പുളിയൊക്കെ ഒഴിച്ച് നല്ല സൂപ്പർ ഒരു കറി ഉണ്ടാക്കി. കൈ ഇങ്ങനെ കടിച്ചിരുന്നൊരു കറി. പിന്നെ എന്തുണ്ടാക്കി? പിന്നെന്തുവായിരുന്നു പിന്നെ തന്നെ മറ്റേ ആ മുള്ളുള്ള സാധനം ഉണ്ടല്ലോ ഈശ്വര, നീണ്ടു കിടക്കുന്ന അതിൻ്റെ പേരെന്നാണ് പീച്ചിങ്ങയും ചെമ്മീനും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് മാങ്ങയും കൂടി ഇട്ടിട്ട് ഞാനൊരു ചാറ് വെച്ച്, വെള്ളച്ചാറ് വെച്ച്. എല്ലാവരും നല്ല മൃഷ്ടാന്നം ഭക്ഷണം കഴിച്ചു. ഞാനും കഴിച്ചു. നല്ല ഉച്ചക്ക് ചോറ് നന്നായിട്ട് ഭക്ഷണം കഴിക്കും. വൈകുന്നേരം വേണ്ട. വൈകുന്നേരം സത്യം പറയല്ലോ, എന്തെങ്കിലും ഒന്ന് കഴിച്ചു. പിന്നെ എന്തുണ്ട് ചക്കരകളെ? ഇന്നലെ എല്ലാവർക്കും ജിമൊക്കെ ഇട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ജിമൊക്കെ ഇട്ടിട്ട് കൊള്ളാമെന്ന് പറഞ്ഞത്. കുറേ സാധനങ്ങളൊക്കെ ഒരുങ്ങാനൊക്കെ അവിടെ മേടിച്ചോണ്ട് പോയിട്ട് എനിക്കൊന്നും വേണമെന്നില്ല. അത് പിന്നെ ഞാൻ മാറ്റിയിട്ട് വേണമെന്നില്ലായിരുന്നു. എനിക്കങ്ങനെ വലിയ വേഷം കെട്ടുകളൊന്നും ഇണങ്ങത്തില്ല. അങ്ങനെ കുറേ ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെ മിച്ചമായി പോയെന്ന് പറഞ്ഞ ആവശ്യമില്ലാതെ മേടിച്ചിട്ട്. പിന്നെന്താ പറയുക? പിന്നെ ഇനി ഗുരുവായൂർ പോകാൻ വേണ്ടി കൊതിച്ചിരിക്കുക. പോകാൻ വല്ലതും പറയുന്നില്ല. ഇതെല്ലാം എനിക്ക് പോകണം. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഒന്നുകൂടെ പോകാൻ വേണ്ടി ഞാനിങ്ങനെ ആലോചന നിമഗ്നയായിട്ടിരിക്കുന്നു. നന്ദി പറയാൻ ഇല്ല, അങ്ങനെ ഇരിക്കും. നിങ്ങൾ വരുന്ന ആരെങ്കിലും ഗുരുവായൂരമ്പലത്തിൽ? ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും. എൻ്റെ മഹാലക്ഷ്മികളെയൊക്കെ അവിടെ വന്ന് നമുക്ക് ഒരുമിച്ച് ക്യൂ നിന്ന് കയറാൻ ചക്കളെ. അരികത്തായിട്ട് ഇങ്ങനെ ലൈൻ നിന്ന് കയറാം. ഇനി ഗുരുവായൂരമ്പലത്തിൽ കയറാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വെച്ച് കാണുന്നതായിരിക്കും, അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര കൊതി.
ഒന്നുകൂടെ ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് പോകാം. സന്തോഷിച്ചിരിക്കുകയാണ് ഞാൻ. പിന്നെ എന്തുണ്ട് ശേഷം എല്ലാവർക്കും? ഞാനൊരു കല്യാണത്തിൻ്റെ കാര്യം പറയാവേ. ഒരു കല്യാണം കാര്യം ഞാൻ പറഞ്ഞ് സെറ്റാക്കി. കല്യാണം ഇങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ചീറ്റിപ്പോയി. അതിൻ്റെ ഒരു ഷോക്ക് ഉണ്ടായിരുന്നു രാവിലെ മുതൽ. നമ്മളെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് സെറ്റാക്കി വന്നിട്ട് അത് ചീറ്റിപ്പോയി. അതിൻ്റെ ഒരു വിഷമം ഭയങ്കരമായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്കിത് കല്യാണം നടത്തിയ ഫീസൊന്നും ഇല്ല കേട്ടോ, അതിലൊന്നും ഇല്ല. പിന്നെ എന്നോട് വല്ല സ്നേഹം തോന്നി വല്ല പൂച്ചണ്ടോ സാരിയൊക്കെ കൊടുത്തത് ഞാൻ മേടിക്കണ്ട, ഉറപ്പായ ഇത് കൊടുത്തോണ്ട് കുങ്കുമ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും വരും. ഞാൻ വളരെ ഭയങ്കര സന്തോഷമായിട്ടൊരു കല്യാണം ഉറപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്ന ചക്കരകൾ അത് ചീറ്റിപ്പോയി. ഭയങ്കര വിഷമം. രാവിലെ വിളിക്കും. അപ്പോൾ പോവാൻ പറഞ്ഞു, നീ എന്താണ് അവരുടെ അച്ഛനും അമ്മയും വിഷമിച്ചുള്ളൂ, നീ വിഷമിക്കണ്ട. പക്ഷേ എനിക്ക് വരെ വിഷമം. ആ അമ്മയും അച്ഛനും ഭയങ്കര പ്രതീക്ഷയോട് കാത്തിരുന്നൊരു കല്യാണമായിരുന്നു. എല്ലാം സെറ്റായതാണ്. അരികത്തെത്തിയിട്ട് പോയി ഞാൻ അവരുടെ ഒപ്പം സങ്കടപ്പെടുമായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു സങ്കടം ഉണ്ടായി ചക്കര. ഒരു ചേച്ചിയുടെ ഇതിനകത്തുള്ള ചേച്ചി എന്ന് പറയാമെന്ന് എനിക്കറിയത്തില്ല, പുള്ളിക്കാരിയുടെ അല്ല ചേച്ചിയൊന്നും ആയിരിക്കത്തില്ല, എൻ്റെ സമപ്രായം തന്നെ ആയിരിക്കും. എൻ്റെ വിചാരം എന്താ പറയുക, ഞാൻ വലിയ ചെറിയ പെണ്ണാണെന്നും ബാക്കിയുള്ളവരൊക്കെ ചേച്ചിയാണെന്നൊരു അഹങ്കാര ഭാവമുണ്ട് എനിക്ക്, അല്ലേ? ചുമ്മാ കയറി ചേച്ചി എന്നൊക്കെ വിളിക്കുക, അതുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഒരു പുള്ളിക്കാരി എൻ്റെ ഓവലിനെ വിളിച്ച്, ഹസ്ബൻഡ് ഗൾഫിൽ പോയിരിക്കുമോ, 58 വയസ്സങ്ങാണ്ടുണ്ട് പുള്ളിക്കാരന്. എല്ലാ സെറ്റും ഒരു വിസയൊക്കെ കൊടുത്തവരുടെ കൊണ്ടുപോയി. അപ്പോൾ പനി വന്നു പോയി. മെഡിക്കൽ ഫിറ്റാ, പാവങ്ങളാണ്. മെഡിക്കൽ ഫിറ്റായില്ല. അപ്പോൾ ഇനി ഒരു മെഡിക്കലൂടെ ഉണ്ട്. അപ്പോൾ പനിയായിട്ട് മെഡിക്കൽ ഫിറ്റ്. പുള്ളിക്കാർക്ക് വിഷമിച്ചെന്നെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരും ഒരു നിമിഷം, ഈ നിമിഷം എന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. എന്താ വെച്ചാൽ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ആ ഗൃഹനാഥൻ. പുള്ളിക്കാരന് മെഡിക്കൽ ഫിറ്റായി ജോലിയിൽ പ്രവേശിക്കാൻ പറ്റണം, അല്ല തിരിച്ചു വിടും. അയ്യോ ഭയങ്കര വിഷമമായിരുന്നു. അത് ഞാൻ രാവിലെ അതിന് വേണ്ടി പ്രാർത്ഥന മനസ്സ് മുഴുവൻ അത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേന്ന്. എല്ലാം ഇനി ഭഗവാന്റെ ലീലകളാണ്, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും നിങ്ങളെല്ലാം ഒന്ന് ഈ നിമിഷം എന്നെ കാണുന്ന എല്ലാവരും മുസ്ലിമാണ് കാണുന്നെങ്കിൽ അവർ അള്ളാഹുവേ ആ സഹോദരന് ജോലി കിട്ടണേ, ഗൾഫിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വരല്ലേ, ജോലി അവിടെ പ്രവേശിക്കാൻ പറ്റണേ, മെഡിക്കൽ ഫിറ്റാകണേന്നൊന്ന് പ്രാർത്ഥിക്കണം. ക്രിസ്ത്യനാണെങ്കിലും കർത്താവേ അല്ലെ മാതാവേ ആ സഹോദരന് ജോലി കിട്ടണേ എന്നൊന്ന് പ്രാർത്ഥിക്കണം. ഹിന്ദുവാണെങ്കിൽ എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ കൃഷ്ണ, എൻ്റെ ഗണപതി ഭഗവാനെ ആ ജോലിയെ പുള്ളിക്ക് കിട്ടണേ, ഒരു കുഴപ്പമുണ്ടല്ലേ, തിരിച്ചു പോരേണ്ടി വരല്ലേ എന്നൊന്ന് പ്രാർത്ഥിക്കണം. ഒരു നിമിഷം നിങ്ങൾ പറഞ്ഞാലും ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കും കേട്ടോ. എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് അങ്ങനെ കൂടുമ്പോൾ അപ്പോൾ കേട്ടോ പ്രാർത്ഥിക്കാനാവും കേട്ടോ ചക്കരകളെ. നമ്മുടെ ഫാമിലിയാണ്, സിംഗിൾ ബോബൻ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഴപ്പം എന്തെങ്കിലും വിഷമമൊക്കെ വന്നാൽ സിംഗിൾ ബോബൻ അതിൽ ഹെൽപ്പ് ചെയ്യാൻ മുന്നിൽ കാണും കേട്ടോ. ഇങ്ങനത്തെ ഒരു സഹായം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഏറ്റവും ആദ്യം. അങ്ങനെ ഇരിക്കും ചക്കരകളെ. എനിക്ക് പറയാനുള്ളത് പിന്നെ എന്താ പറയാൻ, പിന്നെ ലോക്കറ്റൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. വീണ്ടും ഓണമായിട്ടെല്ലാം നിർത്തി വെച്ചിരിക്കുമായിരുന്നു ലോക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയേട്ടാ. അങ്ങനെ ഓരോന്നും ചോദിക്കുന്നതൊക്കെ കൊടുക്കുന്നത്. ഭഗവത്ഗീത കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, കുറച്ച് പേർക്ക് ഞാൻ അയച്ചിട്ടുണ്ട്, കുറച്ച് പേർക്ക് അയക്കാൻ താമസിച്ചു. ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും സമാധാനപ്പെട്ട ബുക്കെല്ലാം ഇന്നലെയൊക്കെ അയച്ചുകൊണ്ടിരിക്കുവാണേ. നല്ല സന്തോഷത്തോടെ ഇരുന്നു. ഇന്നൊക്കെ 100 ബുക്കോളം അയച്ചിട്ടുണ്ട്. ഒരു ദിവസം 100 അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അയച്ചുകൊണ്ടിരിക്കുവാണേ. ഈ ആഴ്ചയോടെല്ലാം അയച്ചു. ഞങ്ങളെ അതായത് പ്രിൻ്റ് ചെയ്തതെല്ലാം തീരും ഈ ആഴ്ച കേട്ടോ. അപ്പം സന്തോഷമായിട്ടിരിക്കും എല്ലാവരും. പിന്നെന്താ പറയാനുള്ളത്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആ വീഡിയോ ഫില്ലാക്കി ഇന്ന് എന്നെ അത് മുഴുവനായിട്ട് കയറ്റാൻ പറ്റുമെങ്കിൽ കയറ്റിത്തരാം നിങ്ങൾക്കപ്പോൾ അത് കാണാമല്ലോ. എല്ലാം ഭഗവാന്റെ ലീലയാണ് കേട്ടോ. ഒന്നും എൻ്റെ കഴിവൊന്നുമല്ല, ഇതെല്ലാം ഭഗവാന്റെ കഴിവാണ്. പറഞ്ഞത് നമ്മുടെ യോഗവും ക്ഷേമവും, എൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ യോഗക്ഷേമവും യേശു വഹിക്കുന്നു, എൻ്റെ യോഗക്ഷേമം മാതാവ് വഹിക്കുന്നു, എൻ്റെ യോഗക്ഷേമം അള്ളാഹു വഹിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള പേരിൽ പറയാമല്ലോ. എല്ലാവരും കാണുന്നുണ്ടായിരുന്നു ഇങ്ങനെ പറയുന്നത് കേട്ടോ. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പരിപാടിയായിരുന്നു ഞാൻ നടത്തിയത്. 3 മതത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ കാണാം. പിന്നെ പറയാൻ എന്താണ്, ഇങ്ങനെയൊക്കെ പോകുന്നു ഇന്നത്തെ ദിവസം. ഇന്നലത്തെ ദൈവമേ ഒറ്റ ദൈവം, എൻ്റെ കമൻറ്റ് കണ്ട 500 കമൻറ്റൊക്കെ കഴിഞ്ഞ് അത് മുന്നോട്ട് പോയി. പിന്നെ ഒത്തിരി കമൻറ്റായെന്ന് തോന്നുന്നു. അയ്യോ, എല്ലാ ആളുകൾക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല, എൻ്റെ വേഷം കെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടല്ല. അതെനിക്ക് സന്തോഷം തോന്നി. എല്ലാവരും അങ്ങനെ ഇരിക്കണം, എപ്പോഴും നല്ല പോസിറ്റീവായിട്ട്. നമുക്ക് പ്രശ്നങ്ങളെ ഒന്നും തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല അല്ലേ? നമുക്കൊരു പ്രശ്നങ്ങളെ ഒളിച്ചിരിക്കാനും പറ്റത്തില്ല. നമ്മളെല്ലാത്തിനും അഭിമുഖീകരിക്കണം.
അങ്ങനൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. എല്ലാത്തിനും ചിരിച്ച മുഖത്തോടെ തന്നെ വിവരിക്കാൻ പറ്റണം കേട്ടോ. അപ്പോഴേ അങ്ങനെയുള്ളവർക്ക് ജീവിത വിജയം വളരെ വേഗത്തിലായിരിക്കും. അവർക്കെല്ലാം നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ജീവിതം ഒരു യുദ്ധമാണ്. ആ യുദ്ധം നമ്മൾ ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കണം. അതിനെ ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. ഞാനങ്ങനെ തെറി കേൾക്കുന്ന കേസായിരിക്കും ചിലത്. തെറി കേൾക്കും. ഞാൻ ഇച്ചിരി 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ചായ ഇട്ട് കുടിച്ച് ആ തെറി കേട്ടതിനെ ഞാൻ മറന്ന് കളയാൻ നോക്കും. അല്ലേടി, അല്ലാതെ അത് മനസ്സിൽ വെച്ചിരിക്കില്ല. വല്ലവരും ഇടി വെച്ചാൽ ലീല ഞാൻ ഇടി വെച്ച അങ്ങനെയാടി എൻ്റെ ചക്കരെ മുട്ടനടി വെക്കും കേട്ടോ. ഞാൻ അത്ര ഡീസൻറ്റ് പാർട്ടിയൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് പ്രതികരിക്കണം, പെട്ടെന്ന് പ്രതികരിക്കും. ഞാൻ പ്രതികരിച്ചതിന് കുറച്ച് കഴിഞ്ഞിട്ട് അവരോട് സോറി പറയും വിളിച്ച്. അവരോട് ഏറ്റവും വലിയ കൂട്ടായിരിക്കും പിന്നെ. അങ്ങനെയാണ് എനിക്ക്. അതുകൊണ്ട് ആരോടും മനസ്സിൽ വെച്ചിട്ടുണ്ട് അപ്പം തന്നെ പറഞ്ഞാൽ അപ്പം തന്നെ തീർത്തേക്കണം. ഒരു പാത്രം കഴിവിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിങ്ങനെ കഴുകി വെച്ചേക്കണം. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു ഭാരവും ഇല്ല. പിന്നെ നടക്കുമ്പോൾ ചിന്തിക്കുമ്പോഴേക്കും നമുക്ക് സുഖമായിട്ട്. ഞാനൊക്കെ ബെഡ് കണ്ട അപ്പം കിടന്നുറങ്ങും. നാളെ എന്ത് ചെയ്യും, നാളെ ലോൺ എടുക്കാണ്ടില്ല, നാളെ അവിടെ പോകണം, നാളെ ഇവിടെ പോകണം, മുന്നോട്ട് ഇങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. ഇങ്ങനത്തെ ചിന്തകൾ ഞാൻ കുറച്ച് ദിവസം ചിന്തിച്ച് എന്തോന്നറിയാവോ, എങ്ങനെ പ്രസംഗിക്കുമെന്ന് കേട്ടാ. എന്നാൽ എനിക്ക് പ്രസംഗം എഴുതി പഠിക്കാനും കഴിയില്ല ഏക്കറകളെ. ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ നാരായണ, എൻ്റെ മൂകാംബിയും, എൻ്റെ നാവിൻ സരസ്വതി ഭാഷയുടെ ഞാൻ എന്ത് പ്രസംഗിക്കും. എനിക്കിൻ്റെ മുപ്പിച്ചത് ഇപ്പോൾ ആരുമില്ലാതെ റൂമിൽ കയറിയിരുന്ന് വീഡിയോ പിടിക്കുന്നതിനൊക്കെയല്ല, ഇത്ര പബ്ലിക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കണ്ടേ. എനിക്കറിയായിരുന്നു എല്ലാവരും എൻ്റെ ഒരു പ്രസംഗത്തിനായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ ദൈവം, എൻ്റെ കൃഷ്ണ, ഞാൻ അവിടെ ചെന്ന് ബബിളി പറയല്ലേ. പിന്നെ ഒരുങ്ങിയത് എന്നെ ശരിക്കറിയായിരുന്നു. ഞാൻ ഒരു വൈഷൺമിക്കിനെ പോലെ തന്നെ ഇരുന്നത്. എന്നാൽ പിന്നെ എനിക്ക് അതിലൊന്നും ഒന്നും തോന്നിയില്ല ചക്കരകളെ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഉടുക്കുന്ന ഒരു സാരി പോലും ഓരോന്നിലും നമ്മുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സാരി എവിടെയെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് എവിടെയെങ്കിലും സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ ഒരു മുളക് ഏതെങ്കിലും ഒരു മുളക് പാടത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളാ കഴിക്കേണ്ട പൊടി നമ്മുടെ മേശപ്പുറത്ത് വരും. നമുക്കായി ദൈവം തമ്പുരാൻ എവിടെ വെച്ചിരിക്കുന്നതൊന്നും മാറിപ്പോകത്തില്ല. അത് ചില 8ൻ്റെ പണിയാണേലും നല്ല കാര്യമാണേലും എന്താണേലും മാറിപ്പോകത്തില്ല. അത് നമ്മളിലേക്ക് തന്നെ വരും. അതുകൊണ്ട് ചിലരെന്നോട് എപ്പോഴും ചോദിക്കും, എൻ്റെ വീട്ടുകാരെന്നോട് ചോദിക്കും, നീ എന്താണ് ഒരു വീട് വെക്കാത്ത? ഒരു വീട് വെക്ക് കുഞ്ഞ്, എത്ര നാളായി ഈ വീട് എന്നൊക്കെ പറയും. ഈ പറയുന്നവർക്ക് അങ്ങോട്ട് പറയാം. വീട് ചിലർക്ക് വളരെ നേരത്തെ വെക്കാൻ പറ്റും. എനിക്ക് സ്വപ്നമുണ്ട് ചക്കരകളെ. ഞാൻ ചില സന്ദർഭം 4 ബെഡ്റൂമിൻ്റെ ഒരു വീട് വെക്കണം, ചുറ്റും നല്ലൊരു മുറ്റം വേണം, ഒരു അടുക്കളത്തോട്ടം വേണം, ഫ്രണ്ടിൽ ചെറിയൊരു ഗാർഡനൊക്കെ വേണം, നല്ലൊരു ലാൻഡ്സ്കേപ്പൊക്കെ വേണം, നല്ലൊരു പൂടെയുള്ള പട്ടീനെ വളർത്തണം. ഞാൻ എൻ്റെ പുറകെ നടക്കുന്ന, എനിക്ക് പിങ്കി എന്നൊക്കെ പേരിടുന്നത് പട്ടീനെ ഇഷ്ടം, പിങ്കി എന്നൊക്കെ പേരിട്ട് എൻ്റെ പുറകെ നടക്കുന്നത്, എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഓടി വരുന്നൊരു പട്ടീനെ വേണം. ഇത് സ്വപ്നം കാണാൻ ആർക്കാ പറയും. എനിക്ക് സ്വപ്നങ്ങളുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സമയം ആകണ്ടേ. എല്ലാവർക്കും ഒരു സമയമാകുമ്പോൾ എല്ലാം വളരെ സ്മൂത്തായിട്ട് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഈ ജന്മത്തിൽ വീട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനും അങ്ങനെ പ്രതീക്ഷിക്കാം. എനിക്ക് നിരാശയൊന്നുമില്ല. നിരാശപ്പെടണമെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ, അത് എനിക്ക് ബോധ്യം വന്ന് നമ്മൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനം ഇവിടെ ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മളുടെ അറിവുകൾ മാത്രം കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളെന്തിനാ അങ്ങനത്തെ ഒരു ബോധത്തിലേക്ക് വന്നതുകൊണ്ടാണ് എനിക്ക് സങ്കടമില്ലാത്തത്. അതും ഇതൊക്കെ കാണാൻ അയ്യോ എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ട് എൻ്റെ ജീവിതം തീർന്നിട്ട്. എല്ലാവർക്കും വീടുണ്ട്, എൻ്റെ ഫാമിലി എല്ലാവർക്കും വീടുണ്ട്, ബോബൻ്റെ ഫാമിലി എല്ലാവർക്കും വീടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വീടുണ്ട്, നമ്മുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും വീടുള്ളൂ. അപ്പോൾ നമുക്കൊരു വീട് വേണം തോന്നും ഓട്ടോമാറ്റിക്കലിയാണ്. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നല്ല വീടുണ്ട്, അപ്പോൾ നമുക്കൊരു വീട് വേണമെന്ന്. എനിക്ക് മാത്രമേ വീടില്ലാത്തത്. വീട് വരുമ്പം വരട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഞാനതേക്കുറിച്ച് കാണുന്ന ആളുകൾക്കാണ് വിഷമം. എന്താ സിംഗു ഒരു വീട് വെക്കാത്തത്? ഇപ്പോൾ ഒരു വീട്ടിലല്ലേ നമ്മൾ കിടക്കുന്നത്. ഇത് ചെറിയ സൗകര്യം തോന്നും, പക്ഷേ ഇവിടെ നിന്ന് മനസ്സമാധാനം സന്തോഷം എന്നല്ല, വേറെ പോസിറ്റീവ് വൈബാണ്. ചെറുതാണെങ്കിലും ഇതിന് വേറെ സംതൃപ്തിയാണ്. അപ്പം കിട്ടുന്നതിന് സംതൃപ്തിയോടുകൂടി ഇരിക്കുന്നു ഞാൻ. പിന്നെ നമുക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും, അല്ലെങ്കിൽ വേറെ വലിയ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നല്ല വിസ്താരമുള്ള അടുക്കള, നല്ല പൂജാമുറി ഒക്കെ കാണുമ്പം അല്ലേ, ഒരു ചെടിയൊക്കെ വെക്കുന്ന സ്ഥലം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യമായിട്ട് ഒരു വീടൊക്കെ കൊതി വന്നിട്ടുണ്ട് ചക്കരകളെ. ഒരു സ്ഥലത്തൊക്കെ ചില വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല മുറ്റത്ത് നിറച്ച് ചെടികളൊക്കെ നിൽക്കുന്ന തുളസിത്തറ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനൊരു വീടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു. ആർക്കും ആഗ്രഹമില്ലാത്തത്. അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സമയമാകുമ്പോൾ എല്ലാം വരും. പൈസ കൈ വെച്ചുകൊണ്ട് തന്നിട്ട് പോലും എനിക്ക് വീടിൻ്റെ കാര്യം നടന്നിട്ടില്ല. വീട്, വിവാഹം, കുട്ടികളുണ്ടാകുക, ഇതൊക്കെ ഒരു പൂർവികർ പറയുന്നത്, ഇതൊക്കെ ഒരു എന്താ പറയുന്ന, നമ്മൾക്ക് അങ്ങനെ ഒരു കർമ്മം, അങ്ങനത്തെ ഒരു കർമ്മം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കർമ്മം ഉണ്ടെങ്കിൽ കിട്ടട്ടെ, ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ.
കേട്ടോ. ചില കമൻറ്റുകളിലൂടെ എന്നോട് സിങ്കുമോ ഇനി ഒരു വീട് വെക്കുമോ എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ അതൊന്നും ഒരു കുഴപ്പമില്ല. വീടൊക്കെ വരുമ്പോൾ വരട്ടെ ചക്കരകളെ, നമ്മൾ അതേക്കുറിച്ചൊന്നും ബേജാറാകണ്ട. എൻ്റെ കർമ്മവും എന്താ പറയുന്നത്, എൻ്റെ യോഗവും ക്ഷേമവും എൻ്റെ ഭഗവാൻ വഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.